So we will be continuing with the transdermal drug delivery system in today's lecture also. So till now we have seen the basics of transdermal drug delivery. We have seen the different layers of skin or the structure of the skin in the different layers നെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. Then we have seen what is meant by percutaneous absorption. What are the steps involved in percutaneous absorption? Then we have seen the different factors affecting percutaneous absorption or transdermal drug delivery, and also the different routes of drug absorption through transdermal through the സ്കിന്നിലൂടെ ഏതെല്ലാം റൂട്ടിലൂടെയാണ് ഡ്രഗ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. So we will be continuing with the topic. So the first topic is permeation enhancers. അപ്പോൾ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സോ ഈസി ബിക്കോസ് ഓഫ് ദി ഹോർണി ലെയർ ഓർ സ്ട്രാറ്റം കോർണിയം എന്ന ലെയർ പ്രസൻ്റ് ആയത് കാരണം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡെലിവർ ഡ്രഗ്സ് ത്രൂ ദിസ് ട്രാൻസ്ഡെർമൽ റൂട്ട്, എസ്പെഷ്യലി ലാർജ് മോളിക്യൂൾസ് ലൈക്ക് പെപ്റ്റൈഡ്സ്, പ്രോട്ടീൻസ് എക്സെട്ര. അപ്പോൾ ആ കേസിൽ സാധാരണഗതിയിൽ ഒരു 500 ഡാൽറ്റന് താഴെയുള്ള ഡ്രഗുകളാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പക്ഷേ മോളിക്കുലർ സൈസ് കൂടിയ ഡ്രഗ്സും നമുക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും ഇഫ് യു യൂസ് എ certain class of substances called permeation enhancers. അപ്പോൾ കെമിക്കൽ എൻഹാൻസേഴ്സ് സാധാരണഗതിയിൽ ആഡ് ചെയ്യാറുണ്ട്. ദീസ് ആർ കെമിക്കൽസ് വിച്ച് ഇൻക്രീസ് ദി പെർമിയബിലിറ്റി ഓഫ് ദി സ്കിൻ. അതുപോലെ ദർ ആർ സം certain ഫിസിക്കൽ ടെക്നിക്സ്, ചില certain ടെക്നിക്സ് എംപ്ലോയ് ചെയ്യുന്ന വഴിയും നമുക്ക് സ്കിന്നിൻ്റെ പെർമിയബിലിറ്റി ആൾട്ടർ ചെയ്യുകയും വലിയ മോളിക്യൂൾസിനെ സ്കിന്നിലൂടെ ഡെലിവർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ പെർമിയേഷൻ എൻഹാൻസേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പെർമിയേഷൻ എൻഹാൻസേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് റെഡ്യൂസ് ദ സ്കിൻസ് എബിലിറ്റി ടു പെർഫോം ഇറ്റ്സ് ബാരിയർ ഫങ്ഷൻ, or these are substances that make the skin more permeable to drug molecules so that they can cross the skin at a faster rate. അപ്പോൾ ഇത് എങ്ങനെയാണ് സ്ട്രാറ്റം കോർണിയത്തിലൂടെ ഡ്രഗിനെ ഡെലിവർ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ മെക്കാനിസം? ദ ഫസ്റ്റ് മെക്കാനിസം ഒരു കോമ്പിനേഷൻ ഓഫ് മെക്കാനിസം ആണുള്ളത്. ദ ഫസ്റ്റ് മെക്കാനിസം ഈസ് ബൈ കോസിങ് പ്രോട്ടീൻ കൺഫോർമേഷണൽ ചേഞ്ചസ്. അപ്പോൾ സ്ട്രാറ്റം കോർണിയത്തിലുള്ള പ്രോട്ടീൻസിന് കൺഫർമേഷണൽ ചേഞ്ചസ് വരുത്തിയിട്ട് അതിൻ്റെ പെർമിയബിലിറ്റി കൂട്ടും. ഓർ ഇറ്റ് വിൽ ഇൻക്രീസ് ദി ഫ്ലൂയിഡിറ്റി ഓഫ് ദി ലിപ്പിഡ് പോർഷൻ ഓഫ് ദി സ്ട്രാറ്റം കോർണിയം. സ്ട്രാറ്റം കോർണിയത്തിന് ഒരു ലിപ്പിഡ് പോർഷൻ കൂടെ ഉണ്ട്. ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും ലിപ്പിഡ് മെട്രിക്സ് എന്ന് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ലിപ്പിഡിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഫ്ലൂയിഡിറ്റി കൂട്ടുന്നത് വഴിയും it will increase the permeability of the skin. ഇതാണ് സാധാരണയായിട്ട് പെർമിയേഷൻ എൻഹാൻസേഴ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ ഇതിൽ ആദ്യം പഠിക്കേണ്ടത് കെമിക്കൽ എൻഹാൻസേഴ്സിനെ കുറിച്ചാണ്. കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സ് ഇതിൻ്റെ എക്സാമ്പിൾസാണ് സൾഫോക്സൈഡ്സ് ലൈക്ക് ഡൈമീഥൈൽ സൾഫോക്സൈഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസറാണ് ഡൈമീഥൈൽ സൾഫോക്സൈഡ്. Then we can also use fatty acids like oleic acid, then alcohols like methanol and ethanol, then glycols like propylene glycol, surfactants like twiens and spans and azones. ഇത്രയും കെമിക്കൽ എൻഹാൻസേഴ്സ് ആണ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സാധാരണ സെലക്ട് ചെയ്യാറുള്ളത്, വളരെ ചെറിയ കോൺസെൻട്രേഷനിൽ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യാറുള്ളത്. So they act by increasing the thermodynamic activity of the drug. അപ്പോൾ ഒന്നുകിൽ കെമിക്കൽ എൻഹാൻസേഴ്സ് ഇൻക്രീസ് ദി തെർമോഡൈനാമിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗിൻ്റെ തെർമോഡൈനാമിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദ ഡ്രഗ് വിൽ അച്ചീവ് സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി ടു പെർമിയേറ്റ് ത്രൂ ദി സ്കിന്നിലൂടെ പെർമിയേറ്റ് ചെയ്യാൻ വേണ്ട സഫിഷ്യൻ്റ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി ഡ്രഗ് അച്ചീവ് ചെയ്യും. or it will increase the partition coefficient of the ഡ്രഗിൻ്റെ പാർട്ടീഷൻ കോയിഫിഷ്യൻറ്റ് ലിപ്പോഫിലിസിറ്റി കൂട്ടുന്നത് വഴി, or increase the permeability of stratum corneum, അല്ലെങ്കിൽ സ്ട്രാറ്റം കോർണിയത്തിൻ്റെ പെർമിയബിലിറ്റി കൂട്ടും. നേരത്തെ പറഞ്ഞ രണ്ട് ടെക്നിക്ക് വഴി, either
it will cause conformational changes in the protein, or it will increase the fluidity of the lipid portion of stratum corneum. അപ്പോൾ ഈ മെക്കാനിസംസ് വഴിയാണ് സാധാരണ കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സ് ഡ്രഗ് പെർമിയബിലിറ്റി ത്രൂ സ്കിൻ കൂട്ടാറുള്ളത്. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്നാൽ ബൈ ദി യൂസ് ഓഫ് ഫിസിക്കൽ എൻഹാൻസേഴ്സ്. ചില ടെക്നിക്സ് ഉണ്ട്, ഫിസിക്കൽ ടെക്നിക്സ് ലൈക്ക് അയോണ്ടോഫോറസിസ്, സോണോഫോറസിസ്, ഇലക്ട്രോപോറേഷൻ. ഈ 3 ടെക്നിക്കാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതിൽ അയോണ്ടോഫോറസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയോണൈസബിൾ ഡ്രഗ്സിൻ്റെ പെർമിയേഷൻ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന വഴി കൂട്ടുകയാണ് അയോണ്ടോഫോറസിസ് ചെയ്യുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അയോണൈസബിൾ ഡ്രഗ്സ്. അപ്പോൾ അതിന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ കാഥോഡൽ അയോണ്ടോഫോറസിസ്, ആൻഡ് ഫോർ ദി കേസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഡ്രഗ്സ് യു വിൽ ഗോ ഫോർ ആനോഡൽ അയോണ്ടോഫോറസിസ്. അപ്പോൾ ആദ്യം നമ്മളത് കാഥോഡൽ അയോണ്ടോഫോറസിസ് എന്താണെന്ന് നോക്കും. അപ്പോൾ ഇലക്ട്രോഡ്സ് സ്കിന്നിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ ഡ്രഗ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ ഡ്രഗിനെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കാഥോഡാണ് യൂസ് ചെയ്യുക. സോ കാഥോഡ് വിൽ ബി നെഗറ്റീവ് ചാർജ്, ദെൻ ദ ഡ്രഗ് അയോൺസ് ഓൾസോ വിൽ ബി നെഗറ്റീവ്ലി ചാർജ്ഡ്. സ്കിൻ ഉണ്ടായിരിക്കും, സ്കിന്നിൻ്റെ അപ്പുറത്തെ സൈഡിൽ മറ്റൊരു ഇലക്ട്രോഡ്, പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യും. അപ്പോൾ ദിസ് വിൽ റിപ്പൽ ദി ഡ്രഗ്സ്. ദേ വിൽ അച്ചീവ് സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി ടു ക്രോസ് ത്രൂ ദി സ്കിൻ. ഇതാണ് നടക്കുക. ദിസ് ഈസ് കാഥോഡൽ അയോണ്ടോഫോറസിസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് ദി ഡ്രഗ് ഈസ് പോസിറ്റീവ്ലി ചാർജ്, ഡ്രഗിൻ്റെ ചാർജ് പോസിറ്റീവാണെന്ന് കരുതുക. സോ ഇവിടെ കാഥോഡ് മാറ്റിയിട്ട് യു ഹാവ് ടു പ്ലേസ് ആനോഡ്. നൗ യുവർ കാഥോഡ് ബിക്കം ദി റിസീവിങ് ഇലക്ട്രോഡ്. സ്കിന്നിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വയ്ക്കും. നൗ ദി പോസിറ്റീവ്ലി ചാർജ്ഡ് ആനോഡ് വിൽ റിപ്പൽ ദി പോസിറ്റീവ്ലി ചാർജ്ഡ് ഡ്രഗ്സ് ആൻഡ് ദേ വിൽ ക്രോസ് ത്രൂ ദി സ്കിൻ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ആനോഡൽ അയോണ്ടോഫോറസിസ്. ഇതാണ് ടെക്നിക്. So it is defined as the facilitation of permeation of ionizable drugs across the skin by an applied electrical potential. The electric current is applied through 2 electrodes placed on the patient's skin. The donor electrode cathode delivers the negatively charged therapeutic agent, and the electrode anode serves to close the circuit. അപ്പോൾ ആനോഡിന് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിൻ്റെ കേസിൽ ഡെലിവർ ചെയ്യുന്ന ഇലക്ട്രോഡ് കാഥോഡാണ്, ആനോഡല്ല. ഇവിടെ ആനോഡിൻ്റെ ഫംഗ്ഷൻ എന്തായിട്ട് വിൽ ജസ്റ്റ് ആക്ട് ടു ക്ലോസ് ദി സർക്യൂട്ട്. ആ സർക്യൂട്ടിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി മാത്രം, സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രമേ ആനോഡിനുള്ളൂ. ആൻഡ് ദാറ്റ് സെറ്റപ്പ് ഈസ് കോൾഡ് കാഥോഡൽ അയോണ്ടോഫോറസിസ്. വെറാസ് ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഡ്രഗ്സ് ദ സെൽ അറേഞ്ച്മെൻറ്റ് ഈസ് റിവേഴ്സ്ഡ്. ആനോഡാണ് ഇവിടെ ഡെലിവർ ചെയ്യുന്ന ഇലക്ട്രോഡായിട്ട് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡോണർ ഇലക്ട്രോഡായിട്ട് ആനോഡാണ് ആക്ട് ചെയ്യുക. സർക്യൂട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ അപ്പോൾ കാഥോഡിന് വരികയുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആനോഡൽ അയോണ്ടോഫോറസിസ്. Then comes phonophoresis. Phonophoresis is the delivery of drug across skin with the help of ultrasound. അൾട്രാസോണിക് എനർജി യൂസ് ചെയ്തിട്ട് സ്കിന്നിൻ്റെ അക്രോസിൽ അല്ലെങ്കിൽ സ്കിന്നിലൂടെ ഡ്രഗിനെ കടത്തിവിടുന്നതിനാണ് ഫോണോഫോറസിസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗ് അപ്ലൈ ചെയ്ത ശേഷം, ടോപ്പിക്കലി അപ്ലൈ ചെയ്ത ശേഷം ഒരു അൾട്രാസൗണ്ട് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്കിന്നിനെ മസാജ് ചെയ്യും. ആ ഒരു അപ്ലിക്കേഷൻ സൈറ്റ് നന്നായി മസാജ് ചെയ്യും. The ultrasonic energy will disrupt the lipid packing in the stratum corneum. ലിപ്പിഡ് പാക്കിംഗ്, സ്ട്രാറ്റം കോർണിയത്തിൻ്റെ ലിപ്പിഡ് പാക്കിങ്ങിൻ്റെ ഫ്ലൂയിഡിറ്റി കൂട്ടുകയും അതുവഴി പെർമിയബിലിറ്റി എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഫോണോഫോറസിസ് എന്ന് പറയുന്ന ടെക്നിക്ക്. ദെൻ കംസ് ഇലക്ട്രോപോറേഷൻ. ഇലക്ട്രോപോറേഷനിൽ സ്ട്രാറ്റം കോർണിയത്തിലെ ലിപ്പിഡ് ലെയറിൽ ഒരുപാട് പോർസ്, ചെറിയ ചെറിയ പോർസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ഹൈ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിക്കൽ പൾസസ് ഫോർ എ ഷോർട്ട് ടൈം. ഒരു ചെറിയ സമയത്തേക്ക് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക്കൽ പൾസസ് സ്കിന്നിലൂടെ കടത്തിവിടും. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് മൈക്രോ പോർസ് ഓൺ ദി സ്കിൻ ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ദി ഇൻക്രീസ്ഡ് പെർമിയബിലിറ്റി ഓഫ് സ്ട്രാറ്റം കോർണിയം. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ ടെക്നിക്സ്. കെമിക്കൽ ടെക്നിക്സ് ഉണ്ട്, കെമിക്കൽ എൻഹാൻസേഴ്സ് ഉണ്ട്, ഡൈമീഥൈൽ സൾഫോക്സൈഡ്,
അസോൺസ്, ആൽക്കഹോൾസ്, എത്തിലീൻ ഗ്ലൈക്കോൾ, ഇതുപോലത്തെ കെമിക്കൽ എൻഹാൻസേഴ്സ് ഉണ്ട്. അതുപോലെ ഫിസിക്കൽ ടെക്നിക്സ് ലൈക്ക് ഫോണോഫോറസിസ്, ഇലക്ട്രോപോറേഷൻ, അയോണ്ടോഫോറസിസ്, ഇതെല്ലാം സ്കിന്നിൻ്റെ പെർമിയബിലിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പെനിട്രേഷൻ എൻഹാൻസേഴ്സ്. Now we will be moving on to the different components of a transdermal drug delivery system. അപ്പോൾ ഇത് പഠിക്കുന്ന എന്തൊക്കെയാണ് ഒരു ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലെ കമ്പോണൻറ്റ്സ്. ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ബാൻഡെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റമാണ്. അവിടെ നമുക്ക് ടോപ്പിക്കൽ ഡെലിവറി മാത്രം മതി. സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് വേണ്ട, സ്കിന്നിൻ്റെ സർഫേസ് ലേയേഴ്സിൽ മാത്രം ഡെലിവറി മതി, ആൻറ്റിസെപ്റ്റിക്കിൻ്റെ ഡെലിവറി മതി. സോ അത് കൊണ്ടുവരിക മനസ്സിലേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബാൻഡെയ്ഡ് അപ്ലൈ ചെയ്യുക? ആദ്യം തന്നെ ആ ഒരു ഡ്രഗ് എവിടെ ഉണ്ടായിരിക്കുക? ഡ്രഗ് ഏകദേശം നടുവിലായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ബാൻഡെയ്ഡാണെന്ന് കരുതുക. അപ്പോൾ ഇനീഷ്യലി നമുക്കറിയാം നടുഭാഗത്ത് ഡ്രഗ് ഉണ്ടായിരിക്കും. ഡ്രഗിനെ പോളിമറിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആദ്യം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാവും. അതങ്ങോട്ട് നമ്മൾ കൈകൊണ്ട് സ്റ്റിക്കർ പോലത്തെ സാധനം ഉണ്ടാവും, അതുകൊണ്ട് വലിച്ചെടുക്കും. സാധാരണ നടുവിലൂടെയാണ് വലിച്ചെടുക്കുക. അപ്പോൾ ആ ഡ്രഗ് സർഫേസ് നമുക്ക് കിട്ടും. ഡ്രഗ് സർഫേസ് എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? നല്ല ഒട്ടിപ്പിടിക്കുന്ന ഒരു അഡ്ഹസീവ് ലെയറും ആ ഡ്രഗ് ലെയറിൻ്റെ മുകളിലുണ്ടായിരിക്കും. ഒരു അഡ്ഹസീവ് ലെയർ ഉണ്ടായിരിക്കും. അതിൻ്റെ തൊട്ടുള്ളിലായിരിക്കും നമ്മുടെ ഡ്രഗ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ആ ചീന്തിയെടുക്കുന്ന ഭാഗം കൊണ്ട് കളയില്ലേ, അതിനുശേഷം നമ്മൾ ഒട്ടിച്ച് വയ്ക്കും. ഈ അഡ്ഹസീവ് വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കും. ഒരു പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവാണ്. അതായത് നമ്മളത് കൈകൊണ്ട് ചെറുതായി പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ മുകളിൽ പോയി അഡ്ഹെയർ ചെയ്യും. പിന്നെ നമ്മളത് പറിച്ചെടുക്കുമ്പോൾ അഡ്ഹസീവ് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാറില്ല സ്കിന്നിൻ്റെ മുകളിൽ, അത് കൂടെ തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് അത് നമ്മൾ പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവ് എന്നാണ് പറയുക. അതിൻ്റെ നടുക്കായിരിക്കും ഡ്രഗ് ഉണ്ടാവും. ആ അഡ്ഹസീവ് ലെയറിൻ്റെ തൊട്ട് പുറകിലെ ലെയറാണ് സാധാരണ ഡ്രഗ് പോളിമർ മെട്രിക്സ് ആയിട്ടുണ്ടാകുക. ഈ ഡ്രഗ് പോളിമർ മെട്രിക്സിൻ്റെ പുറകിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ മറ്റൊരു ലെയർ ഉണ്ടായിരിക്കില്ല. നമുക്കതൊരു വൺ സൈഡഡ് ഡ്രഗ് ഡെലിവറി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആ പാച്ചിനെ, ആ ഒരു ഡ്രഗ് പോളിമർ പാച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഫാബ്രിക്കിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലാമിനേറ്റ് പുറകിലുണ്ടായിരിക്കും. ഇത്രയാണ് സാധാരണ നമ്മുടെ ഒരു ബാൻഡെയ്ഡിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ഓരോരോ ലെയറായിട്ട് പഠിക്കാൻ പോവുകയാണ്. So the first thing is the polymer matrix or drug reservoir. അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നുകിൽ ഡ്രഗ് പോളിമർ മെട്രിക്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡ്രഗ് റിസർവോയറിൻ്റെ ചുറ്റും മെംബ്രെയിൻ വെച്ചിട്ട് ഒരു റേറ്റ് കൺട്രോളിങ് മെംബ്രെയിൻ വെച്ച് കോട്ട് ചെയ്യുന്ന മെംബ്രെയിൻ പെർമിയേഷൻ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. അതുപോലെ പോളിമർ മെട്രിക്സ് ഡിഫ്യൂഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതാണ് ആദ്യത്തെ കമ്പോണൻറ്റ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റ് നമുക്ക് പറയാം, പോളിമർ മെട്രിക്സ് ഓർ ദി ഡ്രഗ് റിസർവോയർ. ഇതിന് യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് നമ്മൾ സാധാരണ പഠിച്ച പോളിമേഴ്സൊക്കെ തന്നെയാണ്. ദേ ഷുഡ് ബി ബയോ കോമ്പാറ്റിബിൾ, ദേ ഷുഡ് ബി കെമിക്കലി കോമ്പാറ്റിബിൾ വിത്ത് ദി ഡ്രഗ് ആൻഡ് അതർ എക്സിപ്പിയൻസ്, അത്തരം കാര്യങ്ങളൊക്കെ വരിക. പിന്നെ അതിൽ പോളിമേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ പഠിച്ചു പോളിമേഴ്സിനെ കുറിച്ചിട്ടൊക്കെ. ദീസ് ആർ ദി സം ഓഫ് ദി പോളിമേഴ്സ് യൂസ്ഡ്. പിന്നെ റേറ്റ് കൺട്രോളിങ് മെംബ്രെയിൻ. അപ്പോൾ ചിലപ്പോൾ മെട്രിക്സ് ആയിരിക്കാം, ചിലപ്പോൾ ഡ്രഗ് റിസർവോയർ ആയിരിക്കാം. ഡ്രഗ് റിസർവോയർ ആണെങ്കിൽ അവിടെ ഒരു റേറ്റ് കൺട്രോളിങ് മെംബ്രെയിൻ ഉണ്ടായിരിക്കും, അതിലൂടെ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നതാണ്. ആ മെംബ്രെയിനാണ് എത്രമാത്രം ഡ്രഗ് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നു എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്നത് എത്തിലീൻ വിനൈൽ അസറ്റേറ്റ് ഓർ സിലിക്കൺ റബ്ബർ ഓർ പോളിയൂറത്തീൻ, ഇതൊക്കെയാണ് സാധാരണ റേറ്റ് കൺട്രോളിങ് മെംബ്രെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഈ പോളിമർ ഡ്രഗ് മെട്രിക്സിൽ തന്നെ ഡ്രഗ്, എങ്ങനത്തെ ടൈപ്പ് ഡ്രഗാണ് സാധാരണയായിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. ദോസ് ഡ്രഗ്സ് വിച്ച് അണ്ടർഗോ എക്സ്റ്റെൻസീവ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം,
which are having narrow therapeutic window or with a short half-life. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രഗ്സൊക്കെയാണ് സാധാരണ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത്. കൺട്രോൾ ഡ്രഗ് ഡെലിവറിക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് അതേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതാണ് സം ഓഫ് ദി ഐഡിയൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗ്സ്. ഓൾറെഡി നമ്മൾ നോക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ. ഹാഫ് ലൈഫ് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. ലിപ്പോഫിലിസിറ്റി ഹൈ ആയിരിക്കണം, ഓറൽ ബയോവലിറ്റി ലോ ആയിരിക്കണം, തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ലോ ആയിരിക്കണം, pH സ്കിന്നിൻ്റെ pHൻ്റെ ഏകദേശം അടുത്തേക്ക് വരണം, മെൽറ്റിംഗ് പോയിൻറ്റ് ലെസ് ദാൻ 200 ഡിഗ്രി സെൽഷ്യസ്. ദെൻ കംസ് പെർമിയേഷൻ എൻഹാൻസേഴ്സ്. ആ ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ ഡീൽ ചെയ്തു. കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സ് ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറിയിൽ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ പെർമിയേഷൻ എൻഹാൻസേഴ്സിനെ കുറിച്ച് എഴുതുമ്പോൾ ഏതിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്? കമ്പോണൻസിൽ വരുമ്പോൾ കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സിനെ കുറിച്ച് വേണം എഴുതാൻ. ഫിസിക്കൽ മെത്തേഡ്സ് നമ്മളിവിടെ യൂസ് ചെയ്യില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി എ ട്രാൻസ്ഡെർമൽ പാച്ച്. അപ്പോൾ യു ഹാവ് ടു ഗോ ഫോർ കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സ്. ദെൻ പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവ്സ്. അപ്പോൾ ഞാൻ ബാൻഡേഡിൻ്റെ കേസ് പറഞ്ഞത്, ആ ഒട്ടിക്കാൻ സ്കിന്നുമായി ഒട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്ലൂ ആണ് നമ്മൾ പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവ്. ബയോ കോമ്പാറ്റിബിൾ, സ്കിന്നുമായി കോമ്പാറ്റിബിൾ ആയിട്ടുള്ള അഡ്ഹസീവ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. Examples are polyisobutylene based adhesives, acrylics and silicone based adhesives, then hydrocarbon resins. ഇതൊക്കെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ അല്ലാത്ത ഈ മരവും പേപ്പറും ഒട്ടിക്കുന്ന പശയല്ല യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബയോ കോമ്പാറ്റിബിൾ അഡ്ഹസീവ്സ്. എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. polyisobutylene based adhesives, acrylics, silicone based pressure sensitive adhesives and hydrocarbon resins. These are the commonly used adhesives. Then backing laminate. ബാക്കിംഗ് ലാമിനേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡ്രഗ് പോളിമർ മെട്രിക്സിൻ്റെ മുകളിലായിട്ടുള്ള ഒരു ലെയറാണ്. ദേ ആർ ചോസൺ ഫോർ അപ്പിയറൻസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒക്ലൂഷൻ. ഒരു പ്രൊഡക്റ്റ് നല്ലൊരു എലഗൻസ്ഡ് അപ്പിയറൻസ് കൊടുക്കാനും നല്ലൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടാനും അതുപോലെ ഒക്ലൂഷൻ, ആ ഒരു ഡ്രഗ് പോളിമർ മെട്രിക്സിനെ ഒക്ലൂഡ് ചെയ്ത് കീപ്പ് ചെയ്യാനും, അതിന് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഒക്ലൂഡ് ചെയ്ത് കീപ്പ് ചെയ്യാൻ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാക്കിംഗ് ലാമിനേറ്റ്. ഇറ്റ് ഷുഡ് ബി കോമ്പാറ്റിബിൾ വിത്ത് ദി എക്സിപ്പിയൻസ് ആൻഡ് ഡ്രഗ്. ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഫ്ലെക്സിബിലിറ്റി, ഗുഡ് ഓക്സിജൻ ട്രാൻസ്മിഷൻ ആൻഡ് ഹൈ മോയ്സ്ചർ വേപ്പർ ട്രാൻസ്മിഷൻ. നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം, ഓക്സിജൻ അതിലൂടെ പാസ് ചെയ്യാൻ പറ്റണം, ഓക്സിജനോട് പെർമിയബിൾ ആയിരിക്കണം, നല്ല ഹൈ മോയ്സ്ചർ വേപ്പർ ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കണം. മോയ്സ്ചർ കടന്നു പോകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസാണ് സാധാരണ ചൂസ് ചെയ്യാറുള്ളത്. And the commonly used materials are vinyl, polyethylene, polyester films, aluminum and polyolefin films. Then release liner. റിലീസ് ലൈനറാണ് നമ്മൾ ആദ്യം ബാൻഡേഡ് ഒട്ടിക്കുമ്പോൾ തന്നെ എടുത്തിട്ട് കളയുന്നത്. ഡ്യൂറിങ് സ്റ്റോറേജ് ദ ഡ്രഗ് ഈസ് കവേർഡ് ബൈ എ പ്രൊട്ടക്റ്റീവ് ലൈനർ ദാറ്റ് ഈസ് റിമൂവ്ഡ് ആൻഡ് ഡിസ്കാർഡഡ് ബിഫോർ ദി അപ്ലിക്കേഷൻ ഓഫ് ദി പാച്ച് ടു ദി സ്കിൻ. ബാച്ച് അല്ല, പാച്ചാണ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. It should be P. It should be chemically inert. It is made up of paper fabric or polyethylene or polyvinyl chloride or silicone or teflon. ഇത്രയും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് സാധാരണ റിലീസ് ലൈനർ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ആ റിലീസ് ലൈനറിന് നമ്മൾ ആദ്യം തന്നെ കണ്ട് ചീന്തിയെടുത്ത് കളയും, അതിനുശേഷമാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഒട്ടിച്ച് വയ്ക്കാറുള്ളത്. ദെൻ ഇത്രയാണ് പാർട്സ്. ദെൻ ദർ ആർ സർട്ടൻ അതർ എക്സിപ്പിയൻറ്റ്. ഡ്രഗും പോളിമറും കൂടാതെ മറ്റു ചില എക്സിപ്പിയൻസ് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് സോൾവൻസ് ആണ്. അപ്പോൾ ഡ്രഗിനെയും പോളിമറിനെയും ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോൾവൻസ് ലൈക്ക് ക്ലോറോഫോം, മെത്തനോൾ, അസെറ്റോൺ, ഐസോപ്രൊപ്പനോൾ ആർ യൂസ്ഡ് ടു പ്രിപ്പയർ ദി ഡ്രഗ് റിസർവോയർ. അപ്പോൾ ഡ്രഗിനെ ഡിസ്പേഴ്സ് ചെയ്യുക പോളിമറിൻ്റെ സൊല്യൂഷനിലാണ്. അപ്പോൾ പോളിമർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോൾവൻസ് ആണ് ഇതെല്ലാം. പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്മുടെ പ്രൊഡക്റ്റിനെ, നമ്മുടെ പാച്ചിന് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്ന ക്ലാസ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇത് 1-2 ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് നല്ല ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ ഇത് ബ്രിട്ടിലായിരിക്കും ഉണ്ടാകുന്ന പാച്ച്. പോളിമറും ഡ്രഗും കൂടി ഞാൻ പറഞ്ഞു ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, പോളിമറിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും സോൾവെൻറ്റിൽ, ഏതെങ്കിലും ഒരു ഓർഗാനിക് സോൾവെൻറ്റിൽ പോളിമർ ഡിസോൾവ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. അതിലേക്ക് ഡ്രഗിനെ ഒന്നുകിൽ ഡിസോൾവ് ചെയ്യിക്കും അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്യിക്കും. എന്നിട്ട് ഇതിനെ പെട്രി ഡിഷിൽ ഒഴിച്ച് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ഫണൽ കമിഴ്ത്തി വയ്ക്കും നമ്മൾ.
എന്നിട്ട് ഇത് 1-2 ദിവസം വെച്ച് ഉണക്കുമ്പോഴാണ് നമുക്ക് ഈ ഡ്രഗ് പോളിമർ മെട്രിക്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ പാച്ച് ഫിലിം കിട്ടുന്നത്. അപ്പോൾ ഈ കിട്ടിയ സാധനം പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ പപ്പടം പോലെ പൊടിഞ്ഞു പോകും, ബ്രിട്ടിലായിരിക്കും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. നേരെ പ്ലാസ്റ്റിസൈസർ 1-2 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഫിലിം ആയിരിക്കും, പച്ചപ്പപ്പടം പോലത്തെ ഫിലിം കിട്ടും. അതായത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലെക്സിബിളായിരിക്കും, പൊട്ടിപ്പോവില്ല. നേരെ മറിച്ചിട്ട് അത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ പൊരിച്ച പപ്പടമായിരിക്കും കിട്ടുക. പൊരിച്ച പപ്പടത്തിൻ്റെ പ്രശ്നം എന്താ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്, അത് പൊട്ടിപ്പോവും. അപ്പോൾ അതിനു വേണ്ടി ആ ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസാണ് പ്ലാസ്റ്റിസൈസർ. ആൻഡ് കോമൺലി യൂസ്ഡ് പ്ലാസ്റ്റിസൈസേഴ്സ് ആർ ഡൈബ്യൂട്ടൈൽ താലേറ്റ്, ട്രൈഇഥൈൽ സിട്രേറ്റ്, polyethylene glycol and propylene glycol. They provide plasticity to the transdermal patch. ഇത്രയുമാണ് ദ ബേസിക് കമ്പോണൻസ് ഓഫ് എ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. അപ്പോൾ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ് അത്. ഇതതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. പ്രൊട്ടക്റ്റീവ് ലൈനർ, അതിൻ്റെ മുകളിൽ അഡ്ഹസീവ് ലെയർ, അതിൻ്റെ മുകളിൽ ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കാം. മെംബ്രെയിൻ കൺട്രോൾഡ് സിസ്റ്റമാണ്, മെംബ്രെയിൻ ഉണ്ടായിരിക്കാം. മെട്രിക് സിസ്റ്റം ആണെങ്കിൽ ഡ്രഗ് പോളിമർ മെട്രിക്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അപ്പുറത്ത് ബാക്കിംഗ് ലെയർ ഉണ്ടായിരിക്കും. ഇത്രയുമാണ് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാച്ചിൻ്റെ. ദെൻ വി വിൽ സീ ദ ഡിഫറെൻറ്റ് ഫോർമുലേഷൻ അപ്രോച്ചസ്. അപ്പോൾ 4 ഫോർമുലേഷൻ അപ്രോച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് പോളിമർ മെംബ്രെയിൻ പാർട്ടീഷൻ കൺട്രോൾഡ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഡ്രഗ് റിസർവോയറിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പോളിമർ മെംബ്രെയിൻ ഉണ്ട്. അതാണ് റേറ്റ് കൺട്രോളിങ് പോളിമർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഇവിടെ കണ്ടില്ലേ, ഈ കറുപ്പ് നിറത്ത് കാണിച്ചിരിക്കുന്നതാണ് പോളിമർ മെംബ്രെയിൻ. ഡ്രഗ് റിസർവോയർ ഈ അകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ലാമിനേറ്റ് ഉണ്ട് കൊടുത്തിരിക്കുന്നു, അഡ്ഹസീവ് ലെയർ ഉണ്ട്. ഇനി വേണമെങ്കിൽ ഇതിന് താഴെ നിങ്ങൾക്കൊരു കൊടുക്കാം, ഒരു ലൈനർ, ഒരു പ്രൊട്ടക്റ്റീവ് ലൈനർ കൂടെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അവിടെ പ്രൊട്ടക്റ്റീവ് ലൈനർ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇവിടെ അഡ്ഹസീവ് ലെയർ കാണിച്ചിട്ടുണ്ട്, റേറ്റ് കൺട്രോളിങ് മെംബ്രെയിൻ കാണിച്ചിട്ടുണ്ട്, ഡ്രഗ് റിസർവോയർ കാണിച്ചിട്ടുണ്ട്, ആൻഡ് ദി ബാക്കിംഗ് പ്ലാസ്റ്റിക് ലാമിനേറ്റ് കാണിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കൺസെപ്റ്റാണ്. മെംബ്രെയിൻ പെർമിയേഷനിൽ പോളിമർ മെംബ്രെയിൻ പാർട്ടീഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ ദ ഡ്രഗ് റിസർവോയർ ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ദ ഡ്രഗ് ഇംപെർമിയബിൾ ബാക്കിംഗ് ലാമിനേറ്റ്. The drug reservoir is sandwiched between the drug impermeable plastic laminate and the rate controlling membrane. ഇതിന് രണ്ടിൻ്റെ ഇടയിൽ ഡ്രഗ് റിസർവോയർ സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദി ഡ്രഗ് ഈസ് അലൗഡ് ടു പെർമിയേറ്റ് ഓൺലി ത്രൂ ദി റേറ്റ് കൺട്രോളിങ് മെംബ്രെയിൻ. മെംബ്രെയിനിലൂടെ താഴത്തേക്ക് മാത്രമേ പെർമിയേഷൻ നടക്കൂ, മുകളിലേക്ക് പോകില്ല. കാരണം അവിടെ ഡ്രഗ് ഇംപെർമിയബിൾ ആയിട്ടുള്ള ബാക്കിംഗ് കൊടുത്തിരിക്കുന്നു. കാരണം ഒരു അഡ്ഹസീവ് ലെയറിൻ്റെ കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ സ്കിന്നുമായിട്ട് അഡ്ഹെയർ പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവ് വെച്ചിട്ട് ഒരു ലെയർ കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈസി അല്ലേ? സോ ദാറ്റ് ഈസ് പോളിമർ മെംബ്രെയിൻ partition control system. On the external surface of the polymer membrane, a layer of pressure sensitive adhesive polymer is applied to provide intimate contact. In a matrix diffusion controlled system, in this system the drug reservoir is formed by homogeneously dispersing the drug in a polymer matrix. അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രഗ് പോളിമർ മെട്രിക്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡ്രഗിനെ പോളിമറിൻ്റെ സൊല്യൂഷനിൽ നന്നായിട്ട് ഡിസ്പേഴ്സ് ചെയ്യും, എന്നിട്ട് അതിനെ മെഡിക്കേറ്റഡ് ചെറിയ ചെറിയ ഡിസ്കായിട്ട് മോൾഡ് ചെയ്യും. ഇതിനെ നമ്മളൊരു ബേസ് പ്ലേറ്റിൽ മൗണ്ട് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബാക്കിങ്ങും കൊടുക്കും. കണ്ടില്ലേ? അതാണ് ഡ്രഗ് പോളിമർ മെട്രിക്സ്. അതിനെ ഒരു ബേസ് പ്ലേറ്റിൽ മൗണ്ട് ചെയ്യുന്നു, ഒട്ടിച്ചേക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ ബാക്കിംഗ് അതിന് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്ഹസീവ് ലെയറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അഡ്ഹസീവായിട്ടുള്ള ലെയറാണ് കാണിച്ചിരിക്കുന്നത്, സ്കിന്നിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്ഹസീവ് ലെയർ. അപ്പോൾ നേരത്തെ ഡ്രഗ് റിസർവോയറാണ്, ഇവിടെ ഡ്രഗ് പോളിമർ മെട്രിക്സ് ആണ്. അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ടായിരുന്നു, ഇവിടെ മെംബ്രെയിൻ ഇല്ല.
ഇത്ര വ്യത്യാസമുണ്ട്. ഓക്കെ, then the third type is adhesive dispersion type. നമ്മുടെ മെംബ്രെയിൻ പെർമിയേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമാണ് അഡ്ഹസീവ് ഡിസ്പേർഷൻ ടൈപ്പ്. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്ഹസീവ് പോളിമർ ആണ് സെലക്ട് ചെയ്യുന്നത്. അഡ്ഹസീവ് പോളിമറിൽ ഡ്രഗിനെ ഡയറക്റ്റായിട്ട് ഡിസ്പേഴ്സ് ചെയ്യുന്നു, എന്നിട്ട് ഇതിനെ മെൽറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാക്കി മാറ്റും. ആൻഡ് ദെൻ ഇറ്റ് ഈസ് സ്പ്രെഡ് ഓൺ എ ഫ്ലാറ്റ് ഷീറ്റ് ഓഫ് ബാക്കിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യം ഡ്രഗിനെ അഡ്ഹസീവ് പോളിമറിൽ നന്നായി ഡിസ്പേഴ്സ് ചെയ്യും. അതിനുശേഷം ഒരു ഹോട്ട് മെൽറ്റോ അല്ലെങ്കിൽ ഡ്രഗ് അഡ്ഹസീവ് പോളിമറിൻ്റെ ഒരു സൊല്യൂഷനോ പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ സ്പ്രെഡ് ചെയ്യും ഓൺ എ ഫ്ലാറ്റ് ഷീറ്റ് ഓഫ് ഡ്രഗ് ഇംപെർമിയബിൾ പ്ലാസ്റ്റിക് ബാക്കിംഗ്. ഇതാണ് നമ്മുടെ ഡ്രഗ് റിസർവോയർ ലെയർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മുകളിൽ അഡ്ഹസീവിൻ്റെ ഒരു ലെയർ കൂടെ അപ്ലൈ ചെയ്യും. നോൺ മെഡിക്കേറ്റഡ് റേറ്റ് കൺട്രോളിങ് അഡ്ഹസീവ് പോളിമർ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യും. അങ്ങനെ കിട്ടുന്നതാണ് നമ്മുടെ അഡ്ഹസീവ് ഡിസ്പേർഷൻ ടൈപ്പ് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. സോ ആദ്യം നമ്മുടെ അഡ്ഹസീവ് പോളിമറിൽ ഡ്രഗിനെ ഡിസ്പേഴ്സ് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിനെ നമ്മളൊരു ഹോട്ട് മെൽറ്റാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാക്കി മാറ്റുന്നു. അതിനെ ഈ ബാക്കിങ്ങിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ചു വയ്ക്കുന്നു. എന്നിട്ട് അതൊന്ന് ഇവാപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. ഇറ്റ് ബിക്കംസ് ദ ഡ്രഗ് റിസർവോയർ. എന്നിട്ട് അതിൻ്റെ മുകളിൽ റേറ്റ് കൺട്രോളിങ് അഡ്ഹസീവ് ലെയറിനെ വെച്ചിട്ട് ഒരു കോട്ടിങ് കൂടി കൊടുക്കുന്നു. ഇത്രയാണ് ചെയ്യുന്നത്. ഈ ഡയഗ്രാംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം പഠിച്ചിരിക്കണം. And the last type is micro reservoir type or micro sealed dissolution controlled system. This is a combination of reservoir and matrix diffusion type. ഈ രണ്ടെണ്ണത്തിൻ്റെ റിസർവോയറിൻ്റെയും മെട്രിക്സ് ഡിഫ്യൂഷൻ ടൈപ്പിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. Here the drug reservoir is formed by first suspending drug in aqueous solution of water soluble polymer. അപ്പോൾ ഡ്രഗ് റിസർവോയർ എങ്ങനെ ഫോം ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഡ്രഗിനെ വാട്ടർ സോലിബിൾ പോളിമർ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും, അതിൽ ഡിസ്പേഴ്സ് ചെയ്യും. അപ്പോൾ യു വിൽ ഗെറ്റ് എ സസ്പെൻഷൻ ഓഫ് ഡ്രഗ് ഇൻ പോളിമർ സൊല്യൂഷൻ. വാട്ടറിൽ പോളിമർ ഡിസോൾവ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷനിൽ ഡ്രഗിനെ ആഡ് ചെയ്തുണ്ടാക്കുന്ന ഒരു സസ്പെൻഷൻ കിട്ടും. ദെൻ ദിസ് സസ്പെൻഷൻ ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ എ ലിപ്പോഫിലിക് പോളിമർ. ആ ലിപ്പോഫിലിക് പോളിമറിലേക്ക് ഈ സസ്പെൻഷൻ ആഡ് ചെയ്യുന്നു ബൈ യൂസിങ് ഹൈ എനർജി ഡിസ്പേർഷൻ ടെക്നിക്സ്. അപ്പം ഹൈ എനർജി ഡിസ്പേർഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ലിപ്പോഫിലിക് പോളിമറിലേക്ക് ഇതിനെ ആഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ മൈക്രോസ്കോപ്പിക് സ്പിയേഴ്സ് ഓഫ് ഡ്രഗ് റിസർവ്. അപ്പോൾ ഈ ഹൈ എനർജി ഡിസ്പേർഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെക്കാനിക്കൽ സ്റ്റിറേഴ്സൊക്കെയാണ് ഹൈ എനർജി ഡിസ്പേർഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ. വളരെ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് മൈക്രോസ്കോപ്പിക് സ്പിയേഴ്സ് ഓഫ് ഡ്രഗ് റിസർവോയർ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന മൈക്രോസ്കോപ്പിക് സ്പിയേഴ്സ് കണ്ടെയ്നിങ് ഡ്രഗ് റിസർവോയറാണിത്. ഒരു അഡ്ഹസീവ് റിം ഉണ്ടായിരിക്കും. ദെൻ അഗെയിൻ യുവർ പ്ലാസ്റ്റിക് ലാമിനേറ്റ്. So these are the different formulation approaches to prepare a transdermal drug delivery system. Polymer membrane partition controlled system, then matrix diffusion controlled system, then adhesive dispersion type and micro reservoir type or micro sealed dissolution controlled systems. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ യൂണിറ്റ് 2-ലെ ആദ്യത്തെ ചാപ്റ്ററാണിത്. സോ ഐ തിങ്ക് ദി കൺസെപ്റ്റ്സ് ആർ ക്ലിയർ. ദെൻ വെനെവർ യു റൈറ്റ് എൻ ആൻസർ ട്രൈ ടു ആഡ് എ ഡയഗ്രാം, എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം ഓൾസോ, യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ യൂണിറ്റ് 3-ലെ രണ്ടാമത്തെ ചാപ്റ്റർ ഗ്യാസ്ട്രോ റിറ്റൻറ്റീവ് സിസ്റ്റമാണ്. അത് അടുത്ത ലെക്ചറിൽ നമുക്ക്
സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.